ലോക സമാധാനത്തിന്റെ തന്നെ അംബാസഡർ ആയിട്ടുള്ള മാർപ്പാപ്പ മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. ലോകം വളരെ പ്രത്യാശയോട് കൂടിയിട്ട് ശ്രവിക്കുന്ന വാക്കുകളാണ് മാർപ്പാപ്പയുടേത്. അദ്ദേഹം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു നേതാവ് എന്നതിലുപരിയായിട്ട് ലോക മാനവികതയുടെ തന്നെ ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അതിനുശേഷമാണ് ഈ തരത്തിലുള്ള ഒരു നിഷ്ഠുരമായിട്ടുള്ള ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തികച്ചും യാദൃശികമാകാം. ഏതായിരുന്നാലും ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ജയ് ഹിന്ദ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും വംശീയാക്രമണങ്ങളുമൊക്കെ രാജ്യത്തും ലോകത്തും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യയശാസ്ത്രവും മനുഷ്യനെ കൊല്ലാൻ ഒരിക്കലും ആഹ്വാനം ചെയ്യുന്നില്ല. നമുക്കറിയാം, വേദഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് ചരടുകളും ഒരുപാട് രാഷ്ട്രീയവും മതവും ഒക്കെ ഉണ്ടാകാം. അത് എന്താണ് എന്നും നമുക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവുകയുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഇടയിലും ചേരിതിരിവുകളും അതുപോലെ തന്നെ വംശീയവും വർഗീയവുമായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ആപൽക്കരമായ അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ നിഷ്പക്ഷമായി ഏത് ആളുകൾ, ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണെങ്കിലും ഈ കൊലപാതകം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്ത, എന്തിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും സാധ്യമല്ലാത്ത സംഗതിയാണ്. നിരപരാധികളായ അവിടെ ടൂറിസ്റ്റുകളായി വന്ന ആളുകളെയാണ് വെടിയുതിർത്ത് കൊന്നത്. അവരുടെ കൊന്നവർക്കറിയില്ല ഞങ്ങൾ എന്തിനാണ് ഇവരെ കൊല്ലുന്നതെന്ന്. കൊല്ലപ്പെട്ടവർക്കറിയില്ല ഞങ്ങൾ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന്. ഒരു വൈരാഗ്യവുമില്ലാത്ത എന്തടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്? കാശ്മീരിലാണെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും. അപ്പം അത്തരം വിഷയങ്ങളിൽ നമ്മളെല്ലാവരും അപലപിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിന്റെ എങ്ങനെ നമ്മൾ പറഞ്ഞാലും ഭർത്താവാണ് പ്രത്യേകിച്ച് ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയൂല. ആ ചിത്രമാണ് ഇന്ന് ലോകത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ചിത്രം. എല്ലാവരും സ്റ്റാറ്റസ് ആക്കി വെച്ച ചിത്രം. നമുക്കറിയാം എങ്ങനെയാണ് ആ പെൺകുട്ടി അത് സഹിക്കുക. ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ആ കാട്ടാളന്മാർക്ക് ദൈവം ശിക്ഷ നൽകുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദൈവം ഒരിക്കലും ആ കാട്ടാളത്തം ചെയ്തവർ ഈ ലോകത്ത് നിന്ന് തന്നെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും. അങ്ങനെയാണ് ചരിത്രത്തിൽ നമുക്കറിയാം. ഈ കാട്ടാളത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവരെല്ലാം തന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ട് തിരിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ കുടുംബത്തോട് അവരുടെ ദുഃഖത്തിൽ ഈ മെക്സവൻ ക്ലബും പങ്കുചേരുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്.